ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി മാങ്ങാക്കറിയാണ്. തേങ്ങ അരച്ചാണ് ഈ കറി ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് നെത്തോലി മുളക് കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കണം. ഈ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഈ നെത്തോലി മാങ്ങാക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ആ മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മീൻ തലയും വാലും എല്ലാം കളഞ്ഞതിന് ശേഷം മൺചട്ടിയിൽ ഉപ്പുപൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മീനിന്റെ ഒരു ഉളുമ്പ് മണമൊക്കെ മാറിക്കിട്ടും. ഇത് കറിക്ക് ആവശ്യമായ പച്ചമാങ്ങയാണ്. ഞാൻ ഈ ചെറിയ സൈസിലുള്ളൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പുളിയുള്ള മാങ്ങ തന്നെ നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 3-4 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 1 വെളുത്തുള്ളി അല്ലി, 1 കപ്പ് തേങ്ങാപ്പീര, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് അരക്കാനുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. കുറച്ചും കൂടെ അരയാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ വളരെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ കാണുന്ന പോലെ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയുടെ തൊലി ഒരു കത്തിയോ പീലറോ ഉപയോഗിച്ച് കളയാം. ഇപ്പോൾ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് മാങ്ങ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. കറിവേപ്പില, ഉള്ളി, ഇഞ്ചി, ഉപ്പുപൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത് നമുക്ക് കറി താളിച്ചിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാം. ചട്ടി നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇവ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി അങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഉള്ളിയുടെ കളറെല്ലാം മാറി ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ മീനിന് വേവ് കുറവായത് കാരണം കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചാറ് വെള്ളം പോലെ ആയിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് കറിയിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കറി ഒന്ന് നന്നായിട്ട് തിളക്കാനായിട്ട് അനുവദിക്കണം. മാങ്ങയെല്ലാം ഒന്ന് ചെറുതായിട്ട് വെന്ത് അതിന്റെ പുളിയൊക്കെ ചാറിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് മീൻ അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. മീന് വേവ് കുറവായത് കാരണം ആദ്യമേ മീൻ ചേർത്തിട്ടുണ്ടെങ്കിൽ മീൻ വെന്ത് പോകും. ഇപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചാറ് കൂടുതൽ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കണം.
സ്പൂണൊന്നും ഇട്ട് കൂടുതൽ ഇളക്കേണ്ട. സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ചട്ടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ മീൻ മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മീനെല്ലാം നല്ല പാകത്തിന് വെന്ത് കറി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പില എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ കറിയുടെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കറി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല കൊതിയൂർന്ന മണമാണ് വരുന്നത്. നല്ല വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കറി ഒരു 5 മിനിറ്റ് മൂടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ നെത്തോലി മാങ്ങാക്കറി റെഡിയായി കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് മീൻ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. മാങ്ങക്ക് പുളി കുറവാണെങ്കിൽ 2 കഷ്ണം കുടംപുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.